ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ക്യൂ ലേണിംഗ് ആൻഡ് ഡി ക്യൂ നെറ്റ്വർക്ക്സ് ഇൻ ഡീപ് ലേണിംഗ് ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താണെന്ന് എല്ലാവർക്കും ഒരു ഐഡിയ കാണും. അപ്പം ഈ പറയാൻ പോകുന്ന ക്യൂ ലേണിംഗ് ആൻഡ് ഡീപ് ക്യൂ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് അൽഗോരിതംസ് ആണ്. ഇത് മോഡൽ ഫ്രീ ടൈപ്പിൽ വരുന്നതാണ്. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അതിന് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ പറയുന്ന പോലെ അതൊരു ഏജന്റ് ആണ്. അതുപോലെ ഈ കാറ് അതിന്റെ ആയിരിക്കുന്ന എക്സ്റ്റേണൽ സിസ്റ്റത്തിന് പറയുന്നതാണ് എൻവയറോൺമെന്റ്. ദെൻ ഇതായിരിക്കുന്ന സിറ്റുവേഷൻ ആണ് സ്റ്റേറ്റ്. ദെൻ അതെടുക്കുന്ന ഒരു ചോയ്സ് ആണ് ആക്ഷൻ. ദെൻ ഇതിന് ആ ആക്ഷന് ശേഷം ഇതിന് ലഭിക്കുന്ന ആ എൻവയറോൺമെന്റിൽ ലഭിക്കുന്ന ഒരു നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ ഉണ്ട്. അതിനാണ് റിവാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീസ് ഉണ്ട്. അതിനാണ് പോളിസി എന്ന് പറയും. ദെൻ അറിയേണ്ട ഒരു വേർഡാണ് വാല്യൂ ഫംഗ്ഷൻ. ഇപ്പോൾ ആ ഒരു ഏജന്റ് ആയിരിക്കുന്ന സ്റ്റേറ്റ് എത്ര ഗുഡാണ്, ഫ്യൂച്ചർ നല്ല റിവാർഡ്സ് കിട്ടാൻ എത്ര ഗുഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇത് ഇരിക്കുന്നത് എന്നുള്ളൊരു ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് വാല്യൂ ഫംഗ്ഷൻ. ദെൻ ഇതിൽ അറിയേണ്ട ഒരു വേർഡാണ് ക്യൂ വാല്യൂ ഓർ ആക്ഷൻ വാല്യൂ ഫംഗ്ഷൻ. ഇതിൽ ഒരു സർട്ടൺ ആക്ഷൻ എടുക്കുമ്പോൾ എത്രത്തോളം ഒരു വാല്യൂ കിട്ടും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ഈ ആക്ഷൻ എടുക്കാൻ യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പാണ് എക്സ്പ്ലോറേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ദെൻ ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ ഉണ്ട് ഈ ഒരു കീ കോൺസെപ്റ്റ് ആയിട്ട്. ഈ ഡിസ്കൗണ്ട് ഫാക്ടർ ഇപ്പോൾ ക്ലോസ് ടു 1 ആണെങ്കിൽ ലോങ് ടേം റിവാർഡാണ് മാറ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഈ ഡിസ്കൗണ്ട് ഫാക്ടർ ക്ലോസ് ടു 0 ആണെങ്കിൽ ഷോർട്ട് ടേം റിവാർഡ്സ് ആണ് മാറ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. പിന്നെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെറ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, അതിന് റിവാർഡ്സും പണിഷ്മെന്റ്സും ഒക്കെ കൊടുത്തുകൊണ്ട് ബെസ്റ്റ് ബിഹേവിയർ ലേൺ ചെയ്യാൻ വേണ്ടി അതിനെ ട്രെയിൻ ചെയ്യുന്നു എന്നതിനോട് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഈ ടോപ്പിക്കിലേക്ക് വരുവാണ് ക്യൂ ലേണിംഗ് ആൻഡ് ഡീപ് ക്യൂ നെറ്റ്വർക്ക്സ്. അതിൽ ക്യൂ ലേണിംഗ് പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു എൻവയറോൺമെന്റിനെ കുറിച്ചൊരു പ്രയർ നോളജ് ആവശ്യമില്ല. ഇതൊരു വാല്യൂ ബേസ്ഡ് അൽഗോരിതമാണ്. ഇത് മാക്സിമം അതിന്റെ റിവാർഡ് മാക്സിമൈസ് ചെയ്യാനായിട്ടാണ് ഇത് ഏജന്റ് ശ്രമിക്കുന്നത്. അതിന്റെ ഗോൾ അതാണ്. ഒപ്റ്റിമൽ പോളിസി ലേൺ ചെയ്യാനാണ് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഈ ക്യൂ ലേണിംഗിൽ ഇത് യൂസ് ചെയ്യുന്നത് ഒരു ക്യൂ ടേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ക്യൂ ലേണിംഗിന് പേര് വരാൻ കാരണം തന്നെ ഈ ക്യൂ വാല്യൂ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ ക്യൂ ടേബിൾ ഒരു റാൻഡം വാല്യൂവിൽ ഇനിഷ്യലൈസ് ചെയ്യും, അല്ലെങ്കിൽ 0യിൽ ഇനിഷ്യലൈസ് ചെയ്യും. ഈ ടേബിളിൽ എപ്പോഴും സ്റ്റേറ്റ്സും ആക്ഷൻസും റോസും കോളംസും ആയിട്ടായിരിക്കും എപ്പോഴും ഉള്ളത്. അപ്പോൾ ഏജന്റ് എൻവയറോൺമെന്റുമായിട്ട് ആദ്യം അതിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആ എൻവയറോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ആക്ഷൻസ് ട്രൈ ചെയ്തുകൊണ്ട് ബെറ്റർ റിവാർഡ്സ് അറ്റൈൻ ചെയ്യും. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാവുന്ന ആക്ഷൻസ് കൊണ്ട് അത് യൂസ് ചെയ്തിട്ട് മാക്സിമം റിവാർഡ് അറ്റൈൻ ചെയ്യാൻ നോക്കും. വൺസ് ഈ ആക്ഷൻ ചെയ്തു കഴിഞ്ഞ ശേഷം ഇതിന് റിവാർഡ് റിസീവ് ചെയ്യും. അതിനുശേഷം ഈ ക്യൂ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ദെൻ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ക്യൂ വാല്യൂസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇതിന് എക്സാമ്പിൾസ് ആണ് ഗ്രിഡ് വേൾഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിന് പ്രോബ്ലംസ് ഉണ്ടോ? യെസ്, ഇതിന് പ്രോബ്ലംസ് ഉണ്ട്. ഈ സ്മോൾ സ്റ്റേറ്റ് ഓർ ആക്ഷൻ സ്പേസസിൽ ഇത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. എന്നാൽ ലാർജ് ഓർ കണ്ടിന്യൂസ് എൻവയറോൺമെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേന് ഈ ക്യൂ ടേബിൾ വളരെ ബിഗ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അന്നേരം ഇത് മാനേജ് ചെയ്യാൻ വളരെ പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അപ്പൊ അതിന് എക്സാമ്പിളാണ് വീഡിയോ ഗെയിംസ് ഒക്കെ വരുമ്പോഴത്തേന് അതിൽ ഓരോ പിക്സൽസ് വരെയും സ്റ്റേറ്റ്സ് ആയിരിക്കും. മില്യൺസ് ഓഫ് സ്റ്റേറ്റ്സ് ആ സമയത്ത് പോസിബിൾ സ്റ്റേറ്റ്സ് കാണും. സോ അത് ഇംപ്രാക്ടിക്കൽ ആണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വന്ന മറ്റൊരു അൽഗോരിതമാണ് ഡീപ് ക്യൂ നെറ്റ്വർക്ക്സ്. ഇതിനെ നമുക്ക് ക്യൂ ലേണിംഗിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഡി ക്യൂ നെറ്റ്വർക്ക് ഇസ് ഇക്വൽ ടു ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് പ്ലസ് ക്യൂ ലേണിംഗ്. ഇതിൽ ഫസ്റ്റ് ക്യൂ ലേണിംഗിൽ നമ്മൾ ക്യൂ ടേബിൾസ് ആയിരുന്നു യൂസ് ചെയ്തത്. എന്നാൽ ഇവിടെ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ക്യൂ വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. ഇത് കോംപ്ലക്സ് എൻവയറോൺമെന്റ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യും. ഇതിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സ് ആണ് എക്സ്പീരിയൻസ് റീപ്ലേ ആൻഡ് ടാർഗറ്റ് നെറ്റ്വർക്ക്സ്. ഇത് വർക്ക് ചെയ്യുന്നത്
ആദ്യം ഒരു സ്റ്റേറ്റ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു സ്ക്രീൻ ഗെയിംസിലൊക്കെയാണ് സ്ക്രീൻ പിക്സൽസ് എക്സാമ്പിൾ, അതിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ദെൻ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തുകൊണ്ട് ക്യൂ വാല്യൂസ് പ്രഡിക്റ്റ് ചെയ്യുന്നു. ദെൻ ഈ കിട്ടിയ ക്യൂ വാല്യൂസിൽ നിന്നും ഒന്നുകിൽ എക്സ്പ്ലോറേഷൻ വഴി, അതായത് റാൻഡം ആയിട്ട് ഒരു ചൂസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നു, ഇല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ വഴി, അതായത് ഹയസ്റ്റ് ക്യൂ വാല്യൂ ഉള്ള ആക്ഷൻ വെച്ചിട്ട് ആ ആക്ഷൻ ഡിസൈഡ് ചെയ്തുകൊണ്ട് ആക്ഷൻ ചെയ്യുന്നു. ദെൻ അതിൽ നിന്നും എൻവയോൺമെന്റിൽ നിന്ന് റെസ്പോൺസ് കിട്ടുന്നു, പോസിറ്റീവ് ഓർ നെഗറ്റീവ് റെസ്പോൺസ് ഈ ആക്ഷന് കിട്ടുന്നു. ദെൻ ഈ എക്സ്പീരിയൻസുകളെ സ്റ്റോർ ചെയ്യുന്നു, റീപ്ലേ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു, അതായത് സ്റ്റേറ്റ്, ആക്ഷൻ, റിവാർഡ്, നെക്സ്റ്റ് സ്റ്റേറ്റ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഇതിനെ ട്രെയിനിങ് ചെയ്യുന്നു. നെറ്റ്വർക്കിനെ റാൻഡം മിനി ബാച്ചസ് യൂസ് ചെയ്തുകൊണ്ട് ട്രെയിൻ ചെയ്യുന്നു. ദെൻ ടാർഗറ്റ് നെറ്റ്വർക്കിൽ 2 നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ നെറ്റ്വർക്കും ഉണ്ട്, ടാർഗറ്റ് നെറ്റ്വർക്കും ഉണ്ട്. മെയിൻ നെറ്റ്വർക്ക് ഫ്രീക്വന്റ്ലി അപ്ഡേറ്റ് ചെയ്യും, ടാർഗറ്റ് നെറ്റ്വർക്ക് സ്ലോലി ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്സുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഓപ്റ്റിമൽ പോളിസിയിലേക്ക് ഇത് എത്തിച്ചേരുന്നു. ഇതിന് എക്സാമ്പിൾസ് ആണ് അറ്റാറി ഗെയിംസ് ഒക്കെ. ദെൻ രണ്ടിന്റെ ഒരു കമ്പാരിസണിലേക്ക് വരുവാണെങ്കിൽ, ക്യൂ ഫംഗ്ഷന്റെ കാര്യത്തിൽ ക്യൂ ലേണിംഗിൽ ക്യൂ ടേബിൾസ് യൂസ് ചെയ്യുന്നു, ഡീപ് ക്യൂ ലേണിംഗിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നു. അതിൽ ക്യൂ ലേണിംഗ് സ്മോൾ സ്റ്റേറ്റ് സ്പേസസിന് ആപ്റ്റ് ആണ്. ഡീപ് ക്യൂ നെറ്റ്വർക്കിൽ ഇത് ലാർജ് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്സിൽ ആപ്റ്റ് ആണ്. ദെൻ ലിമിറ്റേഷൻ പറയുമ്പോൾ ക്യൂ ലേണിംഗിന്റെ ലിമിറ്റേഷൻ വരുന്നത് മെമ്മറി ഗ്രോസ് വിത്ത് സ്റ്റേറ്റ്സ്, ടേബിൾ ഇൻക്രീസ് ആകാൻ സാധ്യതയുണ്ട്, അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഡീപ് ക്യൂ നെറ്റ്വർക്ക്സിൽ ലോട്ട് ഓഫ് ഡേറ്റയും GPU ആവശ്യമായി വരുന്നു. ഫൈനലി ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഗെയിംസിൽ വരും, റോബോട്ടിക്സിൽ വരും, സെൽഫ് ഡ്രൈവിംഗ് കാർസിൽ വരും, ഫിനാൻസ് ആൻഡ് നെറ്റ്വർക്കിംഗിൽ വരും. താങ്ക് യു.